ഇത്രയും കാലം ഓരോന്ന് സംഭവിക്കുമ്പോഴും അതിനപ്പുറത്തൊരു ഉത്തരം ഉണ്ടായിരുന്നു. ഇതിപ്പോ സാരംഗിനോട് കെഞ്ചിയിട്ട് കാര്യമില്ല. അയാൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അയാൾ നമ്മളെ ചതിക്കും. അവൻ ചെയ്ത വൃത്തികേടിന് അർഹിച്ച മറുപടി തന്നെ അവർ കൊടുത്തത്. പക്ഷെ നമ്മൾ പേടിക്കുന്ന പോലെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ, എന്ത് സംഭവിച്ചാലും. ചേച്ചി, നിങ്ങൾ പേടിക്കണ്ട. അമ്മ നിങ്ങളെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം കാണും. എന്തിനാ ചേച്ചി അങ്ങോട്ട് പോയെ? അമ്മയോട് അയാളെ കുറിച്ച് പറഞ്ഞാ പോരായിരുന്നോ? ചേച്ചിക്കത് തോന്നിയില്ലടാ. ചിലപ്പോ നമ്മൾ പേടിക്കുന്ന പോലെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇനി അഥവാ എന്തെങ്കിലും പറ്റിയത് തന്നെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഇല്ലേ? നിങ്ങൾ ധൈര്യമായിട്ടിരി. അമ്മ ഇത് പുതിയതാ അമ്മേ? അല്ലടി, പണ്ട് ഞാൻ ചെറുപ്പത്തിലിട്ടിരുന്നതാ. നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ. അമ്മ അത്രയ്ക്ക് പിശിക്കുകയാണോ? അതെ, ഇത് പിശുക്കിന്റെ ഒന്നുമല്ല, ഇത് അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൂപ്പ, ഇതെങ്ങനെയുണ്ട് ഈ ഉടുപ്പ്? എന്റെ ട്രീസക്കുട്ടി എന്തിട്ടായാലും നല്ല ഭംഗിയല്ലേ, പിന്നെന്താ. താങ്ക് യു. ആ, അച്ഛൻ വന്നു. അച്ഛാ, ഈ ഉടുപ്പ് കൊള്ളാവോ അച്ഛാ? നല്ല ചർച്ചയുണ്ടല്ലോ. നമ്മൾ പുറത്തു പോകുന്നുണ്ടോ? അപ്പൂപ്പൻ പറഞ്ഞല്ലോ. അതിനെന്താ, നമുക്ക് പോയി കളയാം. സ്നേഹ, പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം. അരുണിപ്പോ വന്നല്ലേ ഉള്ളൂ. അതിനെന്താ, എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വേണ്ട. അതെന്താ കാര്യമെന്ന് അറിയോ അരുൺ? ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു കാര്യം സംസാരിച്ച് നിർത്തിയതേ ഉള്ളൂ. അതിൻ പ്രകാരം അരുണിനെ ഇനി ഒരു കാര്യത്തിൽ സ്നേഹ ബുദ്ധിമുട്ടിക്കില്ല. അരുണിന്റെ ഒരു തിരക്കില് ഇടപെടില്ല. അല്ലടോ, വലിയ വലിയ തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തു സ്നേഹ. എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിലും അരുണിനെ ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല. ഇത് നല്ല അർത്ഥത്തിലാണോ അതോ ദേഷ്യത്തിലാണോ? എങ്ങനെ കേൾക്കുന്നത് അരുണിന് ഇഷ്ടം? സ്നേഹത്തോടെ അല്ലേ അച്ഛാ? പിന്നല്ലാണ്ട്. ശരി, അരുണിന്റെ തിരക്കുകളൊക്കെ ഞാൻ മാനിക്കുന്നു. അരുണിന്റെ ആ തിരക്കുകളുടെയൊക്കെ ഭാഗമായി ഒരുപാട് പേരെ കാണാനും സംസാരിക്കാനും ഉണ്ടാവും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഹോസ്പിറ്റലിലോ അത് കഴിഞ്ഞു നടക്കുന്ന കാര്യങ്ങള് എന്നോട് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അരുണിന് പറയാം, അല്ലെങ്കിൽ പറയണ്ട. അതൊരു വല്ലാത്ത വെട്ടിമുറിക്കലാണല്ലോ. തന്നോട് പറയാത്ത എന്ത് കാര്യം എനിക്കുള്ളത്? എനിക്കറിയാം. എന്നാ താൻ മനസ്സിലാക്കിക്കോ, തന്നോട് പറയാത്ത ഒരു കാര്യവും എനിക്കില്ല. പിന്നെ ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഞാൻ, താൻ, പിന്നെ നമ്മുടെ മോള്, അങ്കിള്, അതാണ് നമ്മുടെ കുടുംബം. അതല്ലാതെ വേറെ ആരും നമ്മുടെ ഇടയിലില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയില്ല. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. എങ്കിൽ ശരി. അമ്മ വല്ല ഗൗരവത്തിലാണല്ലോ മോളെ, എന്താ ഇഷ്യൂ? എനിക്കറിഞ്ഞൂടാ. ഒന്നുമില്ല അരുൺ. പൊതുവെ ഞാൻ ഉപദേശിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ദേഷ്യം ഉള്ളതാ. ഇത്തവണ ദേഷ്യം ഉണ്ടായില്ല, എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഉത്തരവാദി ഈ ട്രീസമോളാ. ഞാനോ? അതെ, ട്രീസമോള് വന്നതോടെ അമ്മ വലിയ ഉത്തരവാദിത്തക്കാരിയായി. അമ്മയ്ക്കിപ്പോ വേറെ ഒന്നും അറിയണ്ട, ട്രീസയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്റെ മോളുടെ ഭാഗ്യമാ. എന്താ എങ്കിൾ? പറയാം മോനെ, ചേച്ചിമാരുടെ അവസ്ഥ എന്താ? നല്ല കരച്ചിലായിരുന്നു. അമ്മയെ ആന്റിയും കൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. വാ മോനകത്തേക്ക് ചെല്ല. മൈഥിലി എവിടെ? എന്തായി രഞ്ജിത്ത്? കുട്ടികൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി നോക്കി. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചോരപ്പാട് പോലും അവിടെ കണ്ടില്ല. അപ്പോ ആ വീടിനടുത്തെങ്ങും ആരും താമസമില്ല. കുറച്ച് ദൂരെയുള്ള ആളുകളോടൊക്കെ ഞാനൊരു അന്വേഷണം നടത്തി നോക്കി. അങ്ങോട്ടാരും പോകുന്നതോ വരുന്നതോ അവിടെ ആരും കണ്ടില്ലെന്നാ പറഞ്ഞത്. പിന്നെ ആ ചെറുക്കനോ? ഒന്നുകിൽ അവനൊന്നും സംഭവിച്ചു കാണില്ല, അല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആരും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ ആരാ? സാരംഗിനെല്ലാം അറിയാലോ. അവന്റെ ഫ്രണ്ട്സിനും അറിയാം. ചിലപ്പോ അവരാവാം. ശത്രുവിന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാ. മരിച്ചു പോകാതിരുന്നാ മതിയായിരുന്നു. മൈഥിലി, ഒരു കാര്യം ഞാൻ പറയാം. സംഭവിച്ചത് എന്തായാലും അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് സാരംഗ. സാരംഗിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും അല്പം ധൈര്യം കാണിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അയാൾ നമ്മളെ തകർത്ത് കളയും. ഇനി ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക. നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. ഇന്നിപ്പം നമ്മുടെ മുന്നിൽ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. മൈഥിലി പറഞ്ഞതുപോലെ സത്യങ്ങളാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികളെ നമ്മൾ ഇനി കരയാൻ വിടില്ല രഞ്ജിത്ത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അവരെ സംരക്ഷിക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്റെ മകളെ ദ്രോഹിക്കാൻ ശ്രമിച്ചൊരുത്തിന് ഞാനാ തീർത്തതെന്ന്. മൈഥിലി, വിട്ടുകൊടുക്കാൻ പറ്റില്ല അനാമിക. അവരെ ഇനി കരയാൻ വിടാൻ വയ്യ. അങ്കിൾ, അവന്റെ കാര്യം എന്തായി? ആരുടെ? രാഹുലിന്റെ. ഒന്നുകിൽ അവൻ മരിച്ചു. ജീവനോടുണ്ടെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അതല്ലേടാ ഞാൻ ചെയ്യേണ്ടത്. അങ്കിൾ, യാമി എന്താ പറഞ്ഞത്? അവർ തമ്മിൽ കണ്ടിരുന്നോ? അവിടെ എന്താ സംഭവിച്ചത്? ഇനി ആ കഥ കൂടി ഞാൻ നിന്നോട് വിശദീകരിച്ച് പറയണം അല്ലേ? അങ്കിൾ പ്ലീസ്, അവനെ കാണാനില്ലെന്നും നമുക്ക് പോലീസിനോട് പറയാം. കേസ് കൊടുക്കാം. അതിന്റെ ആവശ്യമില്ലെങ്കിലോ? അവൻ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ തന്നെ എന്താണോ കുഴപ്പം? അവൻ തിരിച്ചു വരണ്ട. അങ്കിൾ പ്ലീസ്. പ്ലീസോ? എന്തിന്? എന്റെ കൈയും പിടിച്ച് ബിസിനസ് ലോകത്തിന്റെ ബാലപാഠം പഠിക്കാൻ വന്ന അവൻ എന്റെ തന്നെ തല ചവിട്ടി താഴ്ത്താൻ നോക്കുമ്പോ ഞാനത് നോക്കി നിൽക്കണോ? അതിന് സാരംഗല്ലാതാവണം. വെട്ടിയെറിയും, ഇല്ലാതാക്കും. അതാരെയായാലും. നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ എന്നൊരു വാക്ക് നീ മറന്നുകള. ഇനി നിനക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല. ചിലപ്പോ കൂട്ടുകാരനോടുള്ള സ്നേഹത്തിന്റെ ലക്ഷണമായിട്ട് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ വരെ നടക്കാൻ നിനക്ക് തോന്നും. തോന്നിയാൽ അത് നിന്റെ ഒടുക്കത്തെ യാത്രയാ. എന്റെ യാത്ര മുടങ്ങി. നേടാൻ പോകുന്നു എന്ന് കരുതിയതൊക്കെ നഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ ഇതും. എനിക്കൊന്ന് ജയിക്കണ്ടേടാ. ക്രിസ്റ്റി, രാഹുൽ ഇനി കാണാമറയത്താണ്. അവനെ കാണാനില്ല എന്നൊരു വാർത്ത മതി എനിക്ക് ചിലരെ പേടിപ്പിക്കാനും ഇല്ലാതാക്കാനും. അങ്കിൾ, എനിക്ക് നല്ല പേടിയുണ്ട്. പേടിക്കണം. നീ സാരംഗിനെ പേടിക്കണം. നിന്റെ കൂട്ടുകാരനും പേടിക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ എന്നെ പരിചയപ്പെടുമ്പോ എന്റെ നില അല്പം താഴ്ന്നതായിരുന്നു. അതുകൊണ്ട് അവൻ എന്റെ ഒപ്പം ഇരുന്നു, ഒപ്പം നടന്നു. അവൻ ചത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ശവം പോലും ഞാൻ വിൽക്കും. സാരംഗ് കച്ചവടക്കാരനാടാ. എന്തും വിൽക്കുന്ന കച്ചവടക്കാരൻ. അതവൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ല. എന്തായാലും അവൻ എനിക്കൊരുക്കി തന്നൊരു തട്ടകമില്ലേ, അവിടെ ഞാൻ ആഞ്ഞ് ചവിട്ടി നിൽക്കും, പൊരുതും, ജയിക്കും. അതിനെനിക്ക് ഒരുത്തിൻ്റെ സഹായം വേണ്ട. കമലമോളെ തനിച്ചു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കുട്ടിച്ചനും കൂടി ഒന്ന് പോയാൽ എന്തായിരുന്നു? ഞാനത് ആലോചിച്ചതാ ലക്ഷ്മി. സത്യത്തിൽ യാമി മോളെ ചെന്ന് കാണണം, ആശ്വസിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന എന്താ ഉണ്ടാവുക? സാരംഗ് കാണും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ കണ്ടാൽ ഞാൻ സംസാരിച്ചു പോവും. അങ്ങനെ ഒരു അവസരം അവനും കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ കൂടുതലാവാൻ അത് ഉപകരിക്കുകയുള്ളൂ. സ്വന്തം മോളൊരു അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഭീഷണിപ്പെടുത്തി ആളാകെ നടക്കുക സാരംഗ്. അയാളിൽ നിന്ന് അതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അവൻ മനുഷ്യനാണെന്ന് നമ്മൾ വിശ്വസിക്കണ്ട. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. സത്യം പറഞ്ഞ എനിക്ക് കുറ്റബോധം തോന്നുന്നു.
തീർത്താ തീരാത്ത പകയായിരുന്നു എനിക്ക്. കൊല്ലണമെന്ന് എന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പിന്നെ പറഞ്ഞു തിരുത്തിയത് നിങ്ങളെല്ലാവരും കൂടിയല്ലേ. പോട്ടെന്ന് ഞാനും കരുതി. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്നത്തെ ആ വാശിക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് തീർത്തു കളഞ്ഞാൽ മതിയായിരുന്നു. എല്ലാവർക്കും സമാധാനം കിട്ടുമായിരുന്നല്ലോ. ഇനി അത് പറഞ്ഞ് നിങ്ങൾ കുഴപ്പത്തിലാവണ്ട. അതാ പറഞ്ഞത്. എനിക്കും നിനക്കും ഒരു ഇത്തിരി സമാധാനം ഉണ്ടാവാൻ മൈഥിലി കടന്ന് കഷ്ടപ്പെടുന്നതിന് കയ്യും കണക്കുമില്ല. എന്നാ അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ തിരിച്ചു ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. എന്തു ചെയ്യാനാ, ഗതികേട്. താമസിച്ചതെന്താ മോളെ? കുറച്ചുനേരം യാമിയുടെ അടുത്തിരുന്നു. പിന്നെ ഞാനിങ്ങ് ഇറങ്ങി. ഈ രാഹുൽ എന്ന് പറയുന്നവൻ മരിച്ചു എന്ന് തന്നെയാണോ യാമിമോൾ കരുതുന്നത്? അവൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കരുതുന്നത്. എന്തൊരു കഷ്ടമായത്. കൺമുന്നിൽ നിൽക്കുന്ന ഒരുത്തൻ ഒന്നും അറിയാത്ത പോലെ ഫോൺ വിളിക്കുക, നല്ലവൻ ചമയുക, അതിനു പുറകെ പെൺകുട്ടികൾ ഇങ്ങനെ പോവുക. ഇതിപ്പോ ഈ ഒരു സംഭവം മാത്രമല്ലടോ, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ആരാന്നറിയില്ല, ഊരും പേരും അറിയില്ല. എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വാക്കുകൾ കേട്ടിട്ട് അയാൾ ഒരു നല്ലവനാണെന്ന് കണക്കാക്കും. അതിനനുസരിച്ച് കുടുംബത്തിലുള്ളവരെ മുഴുവൻ തള്ളിപ്പറയുകയും ചെയ്യും. യാമിമോളുടെ കാര്യത്തിൽ പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കാം. ഈ പത്രത്തിലൊക്കെ വായിക്കുന്നത് പോലെ ഈ പറഞ്ഞവനുമായിട്ട് ഇറങ്ങിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏയ്, യാമിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി. അയാളെ ഇത്രയും വിശ്വസിക്കാനുള്ള കാരണം എന്താ അറിയോ? അയാൾ കാണിച്ച മാന്യതയാ. അവൾ കൂടെ കൂടെ അയാളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അയാൾ അത് നിരസിച്ചു. അപ്പോ അവക്ക് വിശ്വാസം കൂടി. പേരും കള്ളനല്ലേ. അവന്റെ കള്ളത്തരം നിലനിർത്താൻ അവൻ എന്തു വേണമെങ്കിലും ചെയ്യും. മോള് ചെന്നപ്പോ സാരംഗ് ഉണ്ടായിരുന്നോ അവിടെ? ഇല്ല. അയാൾ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ? അല്ലാതെ തന്നെ എല്ലാരും ടെൻഷനിൽ നിർത്തിയിരിക്കല്ലേ. അയാൾ ഇനി വിലപേശൽ ആരംഭിക്കും. എന്തൊക്കെയാണ് അയാൾ ആവശ്യപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ദുഷ്ടൻ. സ്വന്തം മോളുടെ സങ്കടത്തിന്റെയും പേടിയുടെയും വില ചോദിക്കുന്ന ഒരുത്തൻ. അവൻ ഗതി പിടിക്കില്ല. അവസാനം ഒരു തുള്ളി വെള്ളം പോലും എടുത്തു കൊടുക്കാൻ ആളില്ലാതെ പുഴുത്തു ചാകും. ഒന്നും പറയണ്ടടോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാലം ദുഷ്ടന്മാരുടെയാ. അങ്ങനെയുള്ളവർക്കേ ഇപ്പൊ നിലനിൽപ്പുള്ളൂ. മൈഥിലി എന്താ തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. എന്തെങ്കിലും കഴിക്കണ്ടേ? എഴുന്നേറ്റുവാ. എനിക്കൊന്നും വേണ്ടമ്മേ, എനിക്ക് പേടിയായിട്ട് വയ്യ. മോളെ, രാഹുലിന് വേണ്ടി അച്ഛൻ കേസ് നടത്തും. മായമഹേശ്വരി പണം ചെലവാക്കും. അപ്പൊ പിന്നെ അവര് പറയുന്ന പോലെ പോലീസുകാരൊക്കെ കേൾക്കില്ലേ? എന്നെ പിടിച്ചുകൊണ്ട് പോവില്ലേ? ഇതൊക്കെയാണ് ഇവിടെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നത്. രഞ്ജിതങ്ങൾ പറഞ്ഞില്ലേ അവിടെ ചെന്നപ്പോ ഒന്നും കണ്ടില്ലെന്ന്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരത് കാണാതിരിക്കില്ലല്ലോ. ഈ സമയത്തിനുള്ളൊരു അന്വേഷണം നടക്കുമായിരുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? ഒന്നുമില്ല. അമ്മ എന്നെ വെറുതെ സമാധാനിക്കാൻ വേണ്ടി പറയാ. മോളെ, ജീവിതത്തിൽ ഒരിക്കലും ഇനി അച്ഛന്റെ മുമ്പിൽ തലകുനിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചവളാ ഞാൻ. മോൾക്ക് വേണ്ടി അതൊക്കെ ഞാൻ മറന്നു കളയാം. അച്ഛന്റെ കാല് പിടിക്കേണ്ടി വന്ന പിടിക്കാം. അമ്മയ്ക്ക് നിന്റെ ജീവിതം പ്രധാനം. വേണ്ട, എനിക്ക് വേണ്ടി അമ്മ അച്ഛന്റെ മുമ്പിൽ തോക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ് തോക്കേണ്ടത്? മക്കൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മമാര് തോൽക്കുന്നത് അമ്മമാരുടെ ജയം തന്നെയാ. അത് അമ്മമാർക്ക് മനസ്സിലാവും. ഇങ്ങനൊരു അവസ്ഥ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് പൊള്ളിയ ജീവിതമല്ലടി അമ്മയുടെ. അമ്മയ്ക്ക് ഇനിയും പൊള്ളൽ ഏൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റോട്ടെ. എന്റെ കുഞ്ഞിനൊന്നും വരാതിരുന്നാ മതി. ഉറങ്ങാറായില്ല അല്ലേ? ഉറങ്ങണ്ട. പറഞ്ഞു കേട്ടതനുസരിച്ച് രാത്രി തന്നെ പോലീസുകാർ വരാനുള്ള സാധ്യതയുണ്ട്. ഉറങ്ങാതിരിക്കുന്നത് അവർക്ക് എളുപ്പമാ. സാരംഗ്, ഓരോന്ന് പറഞ്ഞ അവളെ പേടിപ്പിക്കണ്ട.
ആരാ ഇവള്? നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അത് ആരംഭിച്ചവളാണ് ഇവള്. ഇവളോടൊരു മകളെന്ന നിലയിൽ എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. പിന്നെ മകളെ രക്ഷിക്കാനൊക്കെ നീ ശ്രമിക്കുമായിരിക്കും. മകള് ചെയ്ത കാര്യം ന്യായീകരിക്കോ? പിന്നെ ഞാൻ ആരെ ന്യായീകരിക്കേണ്ടത്? നിങ്ങളുടെ കൂടെ നടക്കുന്ന ആ ക്രിമിനലിനെയാ? അങ്ങനെ ഒരു ക്രിമിനലിനെ തേടി പോകാൻ നിന്റെ മോളോട് ആരാ പറഞ്ഞ്? അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. കൊന്നതിന് ശേഷം അവന്റെ ശവശരീരം നീയും അവളും കൂടി എവിടേക്കാ കൊണ്ടുപോയെന്ന്. എന്നോട് മറുപടി പറയണ്ട, ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാ മതി. സാരംഗ്, ഇവളിപ്പോഴും നിങ്ങളെ വിളിക്കുന്നത് അച്ഛനാ? അത് സ്നേഹത്തോടെ വിളിക്കുന്നതല്ലോ, വെറുപ്പിന്റെ വിളിയല്ലേ. സാരംഗിന്റെ മക്കളാണെന്ന് പറയാൻ അഭിമാനക്കുറവുണ്ടെന്ന് എന്റെ മുഖത്തു നോക്കി പറഞ്ഞവളാ ഇവള്. അച്ഛന്റെ വീഴ്ച കണ്ട് സന്തോഷിച്ചവളല്ലേ. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഒറ്റപ്പെട്ടവനാവാൻ ഞാൻ തീരുമാനിച്ചപ്പോ വെട്ടി എറിഞ്ഞതാ ഞാൻ സകലിനെ. കൊണ്ടുപോട്ടെ, പോലീസുകാർ കൊണ്ടുപോട്ടെ, വിചാരണ ചെയ്യട്ടെ. എന്നിട്ട് ഡോക്ടർ മൈഥിലി തോറ്റ് എന്റെ കാൽക്കൽ വീണ് പെടയണം. എന്തായാലും ഈ രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങും. കാരണം ഇത് ഞാൻ ജയിച്ച രാത്രിയാ. സാരംഗിനെ തൊടാൻ ഒരാളെ കൊണ്ടും പറ്റില്ല മൈഥിലി. സാരംഗ് ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാ. ഞാൻ ഉറങ്ങിപ്പോയാലും പോലീസുകാർ വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. കാണാൻ ഇഷ്ടമുള്ള കാഴ്ചകള് കാണാതെ പോകരുതല്ലോ. വിളിക്കാൻ പറ അമ്മ. അച്ഛനോട് തന്നെ പോലീസിനെ വിളിക്കാൻ പറ. അവരെന്നെ കൊണ്ടുപോട്ടെ. അപ്പൊ സമാധാനം കിട്ടുമല്ലോ. അമ്മ സമ്മതിച്ച ഞാൻ സ്റ്റേഷനിൽ ചെന്ന് നടന്നൊക്കെ പറയാം. അത് മതി അമ്മ. എന്നെ കൊണ്ട് ഇനി ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കാൻ വയ്യ. അമ്മ എന്നെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകും. നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ആരും ഇവിടെ വരില്ല. ഇതൊക്കെ ആ മനുഷ്യൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാ നമ്മളെ പേടിപ്പിക്കാൻ. അല്ല, എന്നെ തിരക്കി പോലീസ് വരും, എന്നെ കൊണ്ടുപോകും. മതി, ഇനി മോളൊന്നും പറയണ്ട. ആൾബലോ ആയുധബലോ ഒന്നും നമുക്കില്ലെങ്കിലും അമ്മ ഇതുവരെ കൈകൂപ്പി പ്രാർത്ഥിച്ച ഈശ്വരന്മാര് നമുക്ക് കാവലുണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കെ. സ്നേഹമോളെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ ഫാദർ? ഓർഫനേജില് ഒരാലോചനയൊക്കെ നടക്കുന്നുണ്ട്. എന്താ ആലോചന? അല്ല, വേറൊന്നുമല്ല. കുട്ടികളിൽ ചിലർക്ക് കലാവാസനയൊക്കെ ഉണ്ട്. അത് വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റൂ. ഓർഫനേജിന്റെ വാർഷിക ദിനമോ മറ്റോ അവരെ കൊണ്ടൊരു പ്രോഗ്രാം ചെയ്യിച്ചാലായി. പക്ഷെ അത് പോരല്ലോ. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ കിടക്കുമല്ലേ. അത്തരത്തില് അവരെ ഒന്ന് വളർത്തിയെടുക്കുന്നൊരു ചിന്തയുണ്ട്. അത് നല്ല കാര്യല്ലേ? അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അതിന്റെ ചുമതല സ്നേഹമോൾക്കായിരിക്കും. അയ്യോ ഫാദർ, ഈ കലാപരിപാടികളുടെയൊക്കെ കാര്യത്തില് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പാട്ടും ഡാൻസും ഒന്നും വശമില്ല. അതിൽ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യണമെന്ന് സ്നേഹയോട് ആരും പറഞ്ഞില്ലല്ലോ. അതിനൊക്കെ ഒരാളെ സംഘടിപ്പിക്കുക. പക്ഷെ അതിനൊരു മുഖ്യ സംഘാടക വേണമല്ലോ. അതിന് സ്നേഹയിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. എന്താ കാര്യം എന്നറിയോ? പഠിപ്പിക്കാൻ വന്ന് കുട്ടികൾക്ക് ഇപ്പൊ അത്രയും പ്രിയപ്പെട്ട ആളല്ലേ സ്നേഹ. എനിക്ക് ഓർഫനേജിൽ വരുന്നതുകൊണ്ടോ കുട്ടികൾക്ക് ഒരു നന്മ ഉണ്ടാവുന്നുണ്ടോ ഒരു പ്രശ്നമില്ല. നമുക്ക് നോക്കാം ഫാദർ. എങ്കിലോക്കെ, നമുക്ക് ഇന്ന് തന്നെ മദർ സുപ്പീരിയറിനോട് ഈ കാര്യം ആലോചിക്കാം. എന്നിട്ട് 1-2 പേരെ ഒന്ന് കണ്ടിട്ട് അതിന്റെ വരവോക്കിനുള്ള കാശിനൊന്ന് ആളെ കണ്ടിട്ട് അത് തരാവുന്ന 1-2 പേരെ ഞാൻ കണ്ടെത്താം. ഓർഫനേജിൽ നിന്നും പഠിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം. അവർക്കിത് മനസ്സിലാവുന്നത്ര വേറെ ആർക്കാ മനസ്സിലാവുക? അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്, തപ്പിപ്പിടിക്കണം.
ഫാദർ, ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? എന്തു കാര്യം? ആ അതല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യം സ്നേഹനോട് ചോദിക്കാറില്ലല്ലോ. ആ ചൈതന്യെ കുറിച്ചാ. ശരിക്കും അവരുടെ പ്രശ്നം എന്താ? പ്രശ്നോ? എന്നോട് ഒളിക്കൊന്നും വേണ്ട. അവരെ ഫാദർ ഇപ്പൊ പരിചയപ്പെട്ടൊന്നുമല്ല. ഒന്നുകിൽ വളരെ മുൻപേ ഫാദറിന് അവരെ പരിചയമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തോ ഗൗരവമുള്ള കാര്യത്തില് ഫാദർ ഇടപെടുന്നുണ്ട്. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യമൊക്കെ? വേറൊന്നിനുമല്ല, എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ ഫാദറിനോട് നേരിട്ട് ചോദിച്ചു, അത്രേ ഉള്ളൂ. ചൈതന്യെ വളരെ മുൻപേ എനിക്കറിയാമെന്ന് ചോദിച്ചാൽ അതില്ല. അവൾക്കൊരു പ്രശ്നമുണ്ട്, അത് വളരെ ഗൗരവമുള്ളതാ. ഓരോരുത്തർ അവരവരുടെ രഹസ്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അതിന് നമ്മളൊരു മര്യാദ തിരിച്ചു കൊടുക്കണമല്ലോ. അവരുടേത് ഫാമിലി പ്രോബ്ലം ആണോ അതോ വേറെന്തെങ്കിലും ആണോ? ആ, ഫാമിലി പ്രോബ്ലമാണ്. അത് എൻ്റെ അടുത്ത് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അത് വേറൊരാൾ വഴിയാണ്. അയാൾക്ക് മുമ്പൊരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാൾക്കൊരാശ്വാസം എവിടെ നിന്നെങ്കിലും കിട്ടിയാ അവിടേക്ക് മറ്റൊരാളിനെ തള്ളി വിടുമല്ലോ. അവര് കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ. എന്തു കുഴപ്പം? അതൊരു പാവം പെണ്ണു. ഞാൻ ആ കുട്ടിയെ മുഴുവൻ നേരം കരഞ്ഞിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാനിത് ഫാദറിനോട് ചോദിച്ചെന്ന് അരുൺ അറിയണ്ട.